നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി കോശങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരം കോശങ്ങളെക്കുറിച്ചും കോശവൈവിധ്യവൽക്കരണം എന്താണെന്നും പഠിച്ചു അല്ലേ? നമുക്കെല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ആ കളിക്കിടയിൽ ഒരു ചെറിയ മുറിവോ ചതവോ പൊട്ടലോ ഒക്കെ പറ്റാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ പറ്റിയപ്പോഴൊക്കെ അവിടുത്തെ തൊലിയും പോകാറുണ്ട്. പക്ഷേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആ മുറിവ് പറ്റിയ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് പണ്ടെങ്ങനെയായിരുന്നോ ഇരുന്നത്, മുറിവ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ നമ്മുടെ ശരീരം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിട്ടുണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണ് പഴയതുപോലെ ആകുന്നത് എന്നറിയാമോ? അതെ, മുറിവ് പറ്റിയ ഭാഗത്ത് പുതിയ കോശങ്ങൾ രൂപപ്പെട്ട് ആ ഭാഗം പഴയതുപോലെ ആകും. ഇനി വ്യത്യസ്ത ഇനം കോശങ്ങളായിട്ട് മാറാൻ കഴിവുള്ള ഒരു കോശത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കോശത്തെക്കുറിച്ച്? ഇല്ലല്ലേ? എന്നാൽ അത്തരത്തിലുള്ള കോശങ്ങൾക്ക് പറയുന്നതാണ് വിത്തുകോശങ്ങൾ. വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. വിത്തുകോശങ്ങളെ മൂലകോശങ്ങളെന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് വിത്തുകോശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള കോശങ്ങളുണ്ട്. എന്നാൽ ആ കോശങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ആ കോശങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പഴയ കോശത്തിൽ നിന്നും പുതിയവയായിട്ടാണ്. എന്നാൽ വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത് ഏത് കോശമായും മാറാൻ കഴിവുണ്ട്. ഏത് തരത്തിലുള്ള കോശങ്ങളായും മാറാൻ കഴിയുന്ന സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. അവയ്ക്ക് മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടാനും അല്ലെങ്കിൽ വിത്തുകോശങ്ങളായി തന്നെ തുടരാനും ഉള്ളൊരു കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ വിത്തുകോശങ്ങളിൽ നിന്നാണ് അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി നാം ആശ്രയിക്കുന്നത്. ഏത് തരത്തിൽപ്പെട്ട കോശങ്ങളാണോ നശിക്കുന്നത് അതേ തരത്തിൽപ്പെട്ട കോശങ്ങളാണ് നമുക്ക് വിത്തുകോശത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ രക്തകോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് രക്തകോശങ്ങളെ വിത്തുകോശങ്ങളിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ വിത്തുകോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉത്ഭവിക്കുന്നു. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം മൂലകോശങ്ങളാണ്. ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഇന്ന് നമ്മുടെ ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങളുടെ ഉൽപ്പാദനത്തിലും വിത്തുകോശങ്ങളുടെ ഗവേഷണം വലിയ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തുകോശങ്ങൾ ഒരു വലിയ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു.